ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗം. ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ച്, നൊമ്പരപ്പാടുകളെക്കുറിച്ച് ഒരിക്കൽ കൂടി ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ക്രിസ്തു ശിഷ്യൻ എന്ന പേരിൽ അനേകരാൽ ദ്രോഹിക്കപ്പെടുന്ന ഒരു ജീവിതം. സമൂഹത്തിൽ ജനതകൾ ക്രിസ്തു ശിഷ്യൻ എന്ന പേരിൽ ഒരുവനെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇതെല്ലാം കടന്നു വരുമ്പോഴും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് കരുതലോടെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് അതിന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രതിഫലമുണ്ട്. അതിനു മുന്നോടിയായി അവൻ പറഞ്ഞു വെച്ചു, ഞാൻ നിങ്ങളിൽ നിന്ന് കടന്നു പോകും. അല്പസമയം കൂടിയേ നിങ്ങൾ എന്നെ കാണുകയുള്ളൂ, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വഴിയൊരുക്കാനാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിക്കഴിഞ്ഞ് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. ആത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ പുതിയ ശക്തിയും ചൈതന്യവും ബലവുമുള്ളവരായി മാറും. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായി ഞാൻ കടന്നു വരുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്നവരായി മാറും. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ ഈ തിരുവചനം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എനിക്ക് വേണ്ടി സഹായകനെ, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന യേശുനാഥൻ ഇന്ന് ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഈ ലോകത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. ആത്മാവിൻ്റെ ചൈതന്യമാണ് സഭയിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിൽക്കുക. ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചാണ് തിരുവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകപ്പെടുക. ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ പ്രഘോഷിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായിട്ട് നാം ആയിരിക്കുമ്പോൾ അവൻ കടന്നു വരും നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി. സ്വർഗരാജ്യത്തിലെ വിരുന്നിന് ഇരിക്കുന്നവരായിട്ട്, മണവാളനോട് ചേർന്നിരിക്കുന്നവരായിട്ട്, അവൻ്റെ വലതുഭാഗത്ത് ചേർന്നിരുന്ന് അനവരതം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവിടുത്തെ സ്തുതിക്കുന്നവരുടെ ഗണത്തിൽ നാമം ചേർക്കപ്പെടും. ഈ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകാൻ ദൈവരാജ്യത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് നടക്കാം. ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്നെയും നിങ്ങളെയും ആത്മീയ ചൈതന്യത്താൽ നിറയ്ക്കുന്ന അനുഗ്രഹത്തിൻ്റെ വേദികകളായിട്ട് തീരട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.